കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മൾ 12ാമത്തെ അധ്യായം കംപ്ലീറ്റ് ചെയ്തിരുന്നു. 13ാമത്തെ അധ്യായം ഇന്ന് നമ്മൾ തുടങ്ങുന്നു. അപ്പോൾ ധൃതരാഷ്ട്രർ അദ്ദേഹം വീട് വിട്ടു പോകുന്ന ആ ഒരു രംഗം വരുന്ന അധ്യായമാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. സ്കന്ധം 1 നോക്കാം. അധ്യായം 13 ശ്ലോകം 1. അപ്പൊ നമുക്കറിയാം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. ധൃതരാഷ്ട്രർ കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം എല്ലാവരും ധൃതരാഷ്ട്രരുടെ മക്കൾ എല്ലാവരും മരിക്കുന്നു. ധൃതരാഷ്ട്രവും ഗാന്ധാരിയും യുധിഷ്ഠിര മഹാരാജാവിന്റെ സംരക്ഷണത്തിലാണ് പിന്നീട്. അതിനു മുമ്പും നമുക്കറിയാം, യുദ്ധം നടക്കുന്നേക്കാൾ മുമ്പ് വിദുര മഹാത്മാ, ധൃതരാഷ്ട്രരുടെ അനുജൻ വിദുരര്, അദ്ദേഹം വീട് വിട്ടു പോകുന്നത് നമുക്കറിയാം. ദുര്യോധനന്റെ ക്രൂരമായിട്ടുള്ള വാക്കുകൾ വിദുരരോട് പറഞ്ഞു. വിദുരര് അതായത് പാണ്ഡവരെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദുരർക്ക് പാണ്ഡവരും കൗരവരും ഒരേപോലെയാണ്. ആക്ച്വലി ധൃതരാഷ്ട്രർക്കും അങ്ങനെ തന്നെയാണ് അദ്ദേഹവും ചിന്തിക്കേണ്ടത് അങ്ങനെ തന്നെയാണ്. പക്ഷെ ധൃതരാഷ്ട്രരുടെ കാര്യം നമുക്കറിയാം. ധർമ്മക്ഷേത്രെ കുരുക്ഷേത്രെ സമവേത യുജുക്സവ മാമക പാണ്ഡവശ്ചേവ, അല്ലെ? ഭഗവത്ഗീതയുടെ തുടക്കത്തിൽ തന്നെ ആ ഒരു ശ്ലോകത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും എത്രമാത്രം സ്വാർത്ഥത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത്. ധൃതരാഷ്ട്രർ ദുര്യോധനൻ പറയുന്ന എല്ലാ മോശമായിട്ടുള്ള കാര്യങ്ങൾക്കും കൂട്ടുനിൽക്കുന്നു. വിദുരര് അദ്ദേഹം പല സമയത്തും തെറ്റായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് എതിരെ ഒന്നും പ്രവർത്തിക്കുകയല്ല, പക്ഷെ ഇത് തെറ്റാണ്, ചെയ്യാൻ പാടില്ല എന്നുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അദ്ദേഹം കൊടുക്കുവാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ അത് ദുര്യോധനനും ധൃതരാഷ്ട്രർക്കും ഇഷ്ടപ്പെട്ടിരുന്നില്ല. അങ്ങനെ ഒരിക്കൽ ദുര്യോധനൻ പറയുന്നു, വളരെ ക്രൂരമായി, സ്വന്തം അച്ഛനെ പോലെ അല്ലെങ്കിൽ അച്ഛനായിട്ട് കാണേണ്ടതാണ് വിദുരരെ, പക്ഷെ വളരെ മോശമായിട്ട് പെരുമാറുന്നു. അങ്ങനെ അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാനുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. വിദുര മഹാത്മാ അത് ഭഗവാന്റെ നിയോഗമായി മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാന്റെ മഹാകൃപയായി അദ്ദേഹം മനസ്സിലാക്കുന്നു, മഹാകൃപയായിട്ട് അദ്ദേഹം എടുക്കുന്നു. ദുര്യോധനനോട് അദ്ദേഹത്തിന് വിദ്വേഷമോ ധൃതരാഷ്ട്രോടും അദ്ദേഹത്തിന് വിദ്വേഷമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ദുര്യോധനൻ അങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, ഇത് ഭഗവാന്റെ മഹാകൃപയാണ്, ഇനിയുള്ള എന്റെ ജീവിതം ഭഗവാന് വേണ്ടി പൂർണ്ണമായിട്ടും മാറ്റിവെക്കാനുള്ള ഒരു അവസരം ഭഗവാൻ എനിക്ക് തന്നിരിക്കുന്നു. ഈ രാജ്യവും അല്ലെങ്കിൽ ഈ ഒരു ബന്ധനങ്ങളിൽ നിന്നും എനിക്ക് മുക്തനാവാനും ഇനിയുള്ള സമയം മുഴുവനും ഭഗവാനെ കുറിച്ച് കേൾക്കുവാനും, ഭഗവാന്റെ നാമ രൂപ ഗുണലീലകൾ കേൾക്കുവാനും, ഭഗവാന്റെ നാമം ചൊല്ലുവാനും, തീർത്ഥാടനത്തിന് തീർത്ഥസ്ഥലങ്ങളിൽ പോകുവാനും ഒക്കെ ഞാൻ ഇനിയുള്ള സമയം ഉപയോഗിക്കാം. അദ്ദേഹം അതൊരു വലിയൊരു അനുഗ്രഹമായിട്ട് എടുക്കുന്നു. അങ്ങനെ അദ്ദേഹം വീട് വിട്ട് പോകുന്നു. വീട് വിട്ട് പോയതിനു ശേഷം നമുക്കറിയാം വിദുരര് ഉദ്ധവരെ കാണുന്നുണ്ട്. നമ്മൾ ഇതെല്ലാം ഇനി ഭാഗവതത്തിൽ വരും, മുന്നോട്ട് നമ്മളത് ചർച്ച ചെയ്യും. 3ാമത്തെ സ്കന്ധത്തിൽ വരുന്നുണ്ട്. ഉദ്ധവരെ കാണുന്നു. ഉദ്ധവരോട് ഭഗവാൻ കൃഷ്ണനെ കുറിച്ച് ചോദിക്കുന്നു. ഉദ്ധവര് കുറച്ചൊക്കെ അവർ തമ്മിലുള്ള ഒരു സംവാദമുണ്ട്. അതിനുശേഷം പറയുന്നു, കൂടുതൽ കാര്യങ്ങൾ മൈത്രേയ ഋഷിയിൽ നിന്ന് അങ്ങ് കേട്ടോളൂ. മൈത്രേയ ഋഷി അദ്ദേഹം എല്ലാം കേട്ടിട്ടുണ്ട്. ഭഗവാൻ കൃഷ്ണൻ എനിക്ക് ഉപദേശം തന്ന സമയത്ത് മൈത്രേയ ഋഷിയും ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരുപാട് എന്നേക്കാൾ സീനിയറാണ്. അതുകൊണ്ട് ഉദ്ധവര് പറയുന്നു, എനിക്ക് യോഗ്യതയില്ല അങ്ങയെ ഉപദേശിക്കാനോ അല്ലെങ്കിൽ അങ്ങയോട് എനിക്ക് എന്തെങ്കിലും പറഞ്ഞു തരാനോ എനിക്ക് യോഗ്യതയില്ല. എന്നാൽ മൈത്രേയ ഋഷി തീർച്ചയായിട്ടും അദ്ദേഹം വരിഷ്ഠനായിട്ടുള്ള ഒരു ഭക്തനാണ്, മാത്രമല്ല ഒരുപാട് സീനിയറാണ്. അദ്ദേഹത്തിൽ നിന്ന് അങ്ങ് കേട്ടാലും എന്ന് പറഞ്ഞ് മൈത്രേയ ഋഷിയുടെ അടുത്തോട്ട് വിദുരരെ പറഞ്ഞയക്കുന്നു. അങ്ങനെ പിന്നീട് സംവാദം നമ്മൾ കാണുന്നു, മൈത്രേയ ഋഷിയും വിദുരരും തമ്മിലുള്ള സംവാദം. ഇങ്ങനെ പല കോൺവെർസേഷൻ ശ്രീമദ് ഭാഗവതത്തിലുണ്ട്. സൂത ഗോസ്വാമി ശൗനകാദി ഋഷികളോടുള്ള ഒരു സംവാദം നടക്കുന്നു. ശുകദേവ് ഗോസ്വാമിയും പരീക്ഷിത് മഹാരാജും തമ്മിലുള്ള സംവാദമുണ്ട്. മൈത്രേയ ഋഷിയും വിദുരരും തമ്മിലുള്ള സംവാദമുണ്ട്. അങ്ങനെ ഒരുപാട് കോൺവെർസേഷൻസ് ഭാഗവതം മുഴുവനും അങ്ങനെയാണ്.
യുധിഷ്ഠിര മഹാരാജാവും നാരദമുനിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ട്. അങ്ങനെ അതിമനോഹരമാണ്. അപ്പൊ ഒരു സംവാദത്തിന്റെ ഉള്ളിൽ വേറെ സംവാദങ്ങൾ വരുന്നു. അതാണ് ഭാഗവതത്തിന്റെ പ്രത്യേകത. അതിമനോഹരമാണ്. ഇവിടെ ഇനി സൂത ഗോസ്വാമിയാണ്. സൂത ഗോസ്വാമി ശൗനകാദി ഋഷികളോട് പറയുന്നതാണ് നമ്മൾ കാണുന്നത്. എന്താണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വിതുരര് തീർത്ഥാടനമെല്ലാം കഴിഞ്ഞു തിരിച്ച് ഹസ്തിനാപുരത്തിലേക്ക് അദ്ദേഹം വരുന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത്. എന്തിനാണ് വരുന്നത്? അവിടെ സുഖമായി രാജ്യം, അതായത് യുധിഷ്ഠിര മഹാരാജാവിന്റെ കൂടെ കൊട്ടാരത്തിൽ കൂടി സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണോ അദ്ദേഹം വരുന്നതല്ല. അദ്ദേഹം തിരിച്ചു വരുന്നതിനൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം വേറെ ഒന്നുമല്ല, ധൃതരാഷ്ട്രരെ ഒന്നും കൂടെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ. കാര്യം ധൃതരാഷ്ട്രർക്ക് നല്ല ബുദ്ധി ഒരുപാട് പ്രാവശ്യം അദ്ദേഹം ഉപദേശിച്ചിട്ടുണ്ട് വിതുരര്. എന്നാൽ ധൃതരാഷ്ട്രയുടെ ചെവിയിലോട്ട് അത് കയറിയിട്ടില്ല. മാത്രമല്ല വിതുരര് പറയുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നില്ല. പക്ഷെ എന്നാലും വിതുരരുടെ ആ ഒരു മഹാകൃപ ഒന്ന് നോക്കൂ, അദ്ദേഹത്തിന്റെ ഹൃദയത്തിലുള്ള കാരുണ്യം നോക്കൂ. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനും ജ്യേഷ്ഠപുത്രനും ഒക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞിട്ടും അദ്ദേഹം പിന്നീടും തിരിച്ചു വരുവാണ് ചെയ്യുന്നത്. വേറൊന്നിനും വേണ്ടിയിട്ടല്ല, അവരെ ഉദ്ധരിക്കാൻ വേണ്ടി, ധൃതരാഷ്ട്രരെ ഉപദേശിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം തിരിച്ചു വരുന്നത്. അല്ലാതെ അദ്ദേഹത്തിന് സുഖമായി ജീവിക്കാനോ ഒന്നുമല്ല. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. സൂത ഉവാച, ശ്ലോകം 1. വിദുരസ്തീർത്ഥയാത്രായാം മൈത്രേയാദാത്മനോ ഗതിം ജ്ഞാത്വാഗാധാസ്തിനാപുരം തയാ വാപ്താ വിഭിത്സിതഃ. ഹരേ കൃഷ്ണ. അധ്യായം 13. ധൃതരാഷ്ട്ര ഉവാച. അല്ല, ഒരു മിനിറ്റ്. ഹരേ കൃഷ്ണ. ഓൾറെഡി വായിച്ചു തുടങ്ങിയായിരുന്നു. ഒരു മിനിറ്റ്. പ്രഭു വായിക്കും. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സൂത ഉവാച. വിദൂരതീർത്ഥയാത്രായാം മൈത്രേയാദാത്മനോ ഗതിം ജ്ഞാത്വാ ഗാഥാസ്തിനപുരം തയാ വാപ്ത വിഭിത്സിത. വിവർത്തനം. ശിലപ്രഭാതക്കേതി. ഹരേ കൃഷ്ണ. ശ്രീ സൂതഗോസ്വാമി പറഞ്ഞു, ഒരു തീർത്ഥയാത്രയിൽ സഞ്ചരിക്കവേ വിദൂരർ ആത്മാവിന്റെ പ്രാപ്യസ്ഥാനത്തെ സംബന്ധിച്ച ജ്ഞാനം മൈത്രേയ മുനിയിൽ നിന്നും ഗ്രഹിക്കുകയും പിന്നീട് ഹസ്തനപുരത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. അദ്ദേഹം കാക്ഷിച്ചതുപോലെ തന്നെ ആ വിഷയത്തിൽ അദ്ദേഹം നിപുണനായി തീർന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇവിടെ പറയുന്നു, സൂത ഗോസ്വാമി ശൗനകാദി ഋഷികളോട് പറയുന്നു, അങ്ങനെ വിദുരര് അദ്ദേഹം ശ്രീ മൈത്രേയ ഋഷിയിൽ നിന്ന് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, ഭഗവാനെ കുറിച്ച് കേൾക്കുന്നു, അദ്ദേഹം ഒരുപാട് തത്വങ്ങൾ പഠിക്കുന്നു, ഒരുപാട് ലീലകൾ കേൾക്കുന്നു, അങ്ങനെ ഒരുപാട് സംഭവിക്കുന്നുണ്ട്. കാര്യം അദ്ദേഹത്തിന്റെ നേരത്തെ പറഞ്ഞ പോലെ തീർത്ഥാടനത്തിന് പോകുന്ന സമയത്ത് ഉദ്ധവരെ കാണുന്നു. ഉദ്ധവര് മൈത്രേയ ഋഷിയുടെ അടുത്തോട്ട് വിടുന്നു. പിന്നെ മൈത്രേയ ഋഷിയിൽ നിന്ന് അദ്ദേഹം ഇതെല്ലാം കേൾക്കുന്നു. ഇവിടെ പറയുന്നു മൈത്രേയാത് ആത്മനോഗതിം. അതായത് മൈത്രേയ ഋഷിയിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കുന്നു. ആത്മനോഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം എന്താണ്, ഗതി എന്താണ്, ഗോൾ എന്താണ്, ഉദ്ദേശം എന്താണ്, ഈ ഒരു മനുഷ്യജന്മത്തിന്റെ ഉദ്ദേശം എന്താണ്? ഭക്തിയാണ്, അല്ലെ? അപ്പോൾ അതിന്റെ അർത്ഥം ഭക്തിയുത സേവനങ്ങളെ കുറിച്ചും ഭക്തിയെ കുറിച്ചെല്ലാം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ചെല്ലാം മൈത്രേയ ഋഷിയിൽ നിന്ന് ആര് മനസ്സിലാക്കി? വിദുരര് മനസ്സിലാക്കി. അങ്ങനെ അദ്ദേഹം അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഹസ്തിനാപുരത്തിലേക്ക് അദ്ദേഹം തിരിച്ചു വരുന്നതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നു ജ്ഞാത്വാഗാത് ദാസ്തിനാപുരിം തയാ വാപ്ത വിഭിത്സിത. അങ്ങനെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം അതായത് മൈത്രേയ ഋഷിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു, ഒരുപാട് വിഷയങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കേട്ടതിന് ശേഷം തിരിച്ചു ഹസ്തിനാപുരത്തിലേക്ക് തിരിച്ചു വരുന്നതാണ് ഇവിടെ പറയുന്നത്. ശ്രീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ വിദുരരെ കുറിച്ച് പറയുന്നുണ്ട്. ആരാണ് വിദുരര് എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ അറിയാവുന്നതാണ് വിദുരര് ആരാണെന്നുള്ളത്. എന്നാൽ വിദുരര് ധൃതരാഷ്ട്രരുടെ സഹോദരനാണ്. പക്ഷെ അദ്ദേഹം ശരിക്കും യമരാജന്റെ അവതാരമാണ്, അല്ലെ? മാണ്ഡൂക മുനി
ആ ഒരു കഥ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ശിലപ്രഭുപാദ് ഇവിടെ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കഥയാണ്. മാണ്ഡൂക ഋഷി, മാണ്ഡൂക മുനി, അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ കുറച്ച് കള്ളന്മാര് ഒളിക്കുന്നു. ഓടി വന്ന് അവര് ഒളിക്കുന്നു. അപ്പോൾ പോലീസ് പിടിക്കുമ്പോൾ, അല്ലെങ്കിൽ കള്ളന്മാരെ പിടിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് മാണ്ഡൂക മുനിയുടെ ആശ്രമത്തിൽ ഈ കള്ളന്മാരെ കാണുമ്പോൾ മാണ്ഡൂക മുനിയെയും കൂടെ അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ അവസാനം മാണ്ഡൂക മുനിയെ പണിഷ്മെന്റ് കൊടുക്കാൻ അല്ലെങ്കിൽ ശിക്ഷിക്കാൻ വേണ്ടി മുതിരുമ്പോൾ, അതായത് ഇവൻ ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണശിക്ഷയ്ക്ക് വിധി കൊടുക്കുന്ന സമയത്ത്, ആ സമയത്ത് മാണ്ഡൂക മുനി യമരാജനോട് ചോദിക്കുന്നു. യമരാജനുമായിട്ട് അദ്ദേഹം കാണുന്നു, യമരാജനെ കണ്ടുമുട്ടുന്നു. അപ്പൊ യമരാജനോട് ചോദിക്കുന്നു, നിങ്ങൾ എന്താണ് ഇങ്ങനെ ഒരു ശിക്ഷ? കാര്യം ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. എന്റെ ആശ്രമത്തിൽ ഈ കള്ളന്മാര് വന്ന് താമസിച്ചു, അവര് വന്നതും ഞാൻ അറിഞ്ഞിട്ടില്ല, അതിൽ എനിക്കൊരു പങ്കുമില്ല. പക്ഷെ എനിക്ക് എന്താണ് ഇങ്ങനെ ഒരു ശിക്ഷ, മരണശിക്ഷ, അതും ഞാൻ ചെയ്യാത്ത തെറ്റുകൾക്ക് എന്തുകൊണ്ടാണെന്ന് ചോദിച്ച സമയത്ത് യമരാജൻ പറയുന്നു, ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടിയായിരുന്ന സമയത്ത്, കുട്ടിക്കാലത്ത്, അതായത് ആ ഒരു ബുദ്ധി വളരുന്നേക്കാൾ മുമ്പുള്ള സമയത്ത്, അതായത് ഇദ്ദേഹം ഈ മാണ്ഡൂക മുനിയോട് പറയുന്നു, നിങ്ങള് ഒരു ജീവിയെ ഉപദ്രവിച്ചിട്ടുണ്ട്. അതായത് ഒരു ചെറിയൊരു ഉറുമ്പിനെ നോവിച്ചിട്ടുണ്ട്. മൂർച്ചയുള്ള അല്ലെങ്കിൽ കൂർത്തതായിട്ടുള്ള ഒരു വസ്തു ഉപയോഗിച്ച് ഉറുമ്പിനെ കുത്തിയിട്ടുണ്ട്, വേദനിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ശിക്ഷ. കാര്യം ശിക്ഷ അവര് വിധിച്ചിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ, മാണ്ഡൂക മുനിയുടെ താഴെ ഭാഗത്ത് നിന്ന് കുന്തം കയറ്റി അങ്ങനെയാണ് കൊല്ലുവാനുള്ള ഒരു ശിക്ഷയാണ് വിധിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ ഇതാണ് ഉത്തരം പറയുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ മാണ്ഡൂക മുനി ചോദിക്കുന്നു യമരാജനോട്, നിങ്ങൾ എങ്ങനെയാണ് കർമ്മമൊക്കെ നിശ്ചയിക്കുന്നത്? ഒരു കുട്ടി എന്ന് പറയുമ്പോൾ ബുദ്ധി വളരുന്നേക്കാൾ മുമ്പ് ആ കുട്ടിക്ക് എന്തറിയാനാണ്? ആ കുട്ടിക്ക് എങ്ങനെ അറിയാം കർമ്മമുണ്ട് അല്ലെങ്കിൽ ഉപദ്രവിക്കാൻ പാടില്ല? പല കുട്ടികളും ഈ ഉറുമ്പുകളെ ചിലപ്പോൾ അറിയാതെ പിടിക്കാൻ പോകുന്നു, അല്ലെ? നമ്മളും കാണുന്നുണ്ട്, ഇന്നത്തെ കാലത്തെ കുട്ടികളും ചെയ്യുന്നതാണ് ഇതൊക്കെ. അപ്പോൾ അതിന് ഇങ്ങനെ ഒരു വലിയൊരു ശിക്ഷയാണോ നിങ്ങൾ തരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം യമരാജനെ ശപിക്കുന്നു. പറയുന്നു, നീ ശൂദ്രനായിട്ട് നീ ജനിക്കും, അത് ഭൂമിയില്. അങ്ങനെയാണ് യമരാജൻ ഒരു ബ്രേക്ക് എടുത്ത് വരുന്നത്. യമരാജനും ഭഗവാന്റെ കൃപയാണ് ശരിക്കും പറയുകയാണെങ്കിൽ. ഇതൊരു ശാപമായിട്ട് യമരാജൻ എടുക്കുന്നില്ല, ശാപവുമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, പരമദൈവോത്തമ പുരുഷൻ ഭഗവാൻ കൃഷ്ണൻ ലീലകൾ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് ആ ലീലകളിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരമാണ് കിട്ടുന്നത്. വിതുരരായി വന്നപ്പോൾ ഭഗവാൻ കൃഷ്ണനെ നേരിട്ട് കാണുവാനും ഭഗവാൻ കൃഷ്ണനുമായിട്ടുള്ള ലീലകളിൽ പങ്കെടുക്കുവാനും അവസാനം അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അവസരവും, അതായത് ഭഗവാൻ കൃഷ്ണനെ കുറിച്ച് മൈത്രേയ ഋഷിയിൽ നിന്നും ഉദ്ധവരിൽ നിന്നും കേൾക്കുവാനുമുള്ള ഒരു മഹാസൗഭാഗ്യം അദ്ദേഹത്തിന് കിട്ടുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ നോർമൽ ഡ്യൂട്ടീസ് എല്ലാം മാറ്റിവെച്ച്, കാര്യം യമരാജന്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ആളുകൾ ചെയ്യുന്ന ജോലിയല്ല, വളരെ ബുദ്ധിമുട്ടുള്ള ജോലിയാണ്. ആരും ആ ഒരു ജോലി എടുക്കാൻ തയ്യാറാവില്ല. ആളുകളെ ശിക്ഷിക്കുക, അതായത് ഓരോ ആളുകളുടെ അതായത് അവർ ചെയ്ത പാപം അനുസരിച്ച് അവരെ അതായത് ഒരുപാട് നരകങ്ങളുണ്ട്, ആ നരകങ്ങളിലേക്ക് വിടുക, പല ശിക്ഷകളും വിധിക്കുക. വല്ലാത്തൊരു ജോലിയാണത്. സുഖമുള്ളൊരു ജോലിയല്ല. അപ്പോൾ യമരാജനെ സംബന്ധിച്ച് ഒരു ബ്രേക്കാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. മാത്രമല്ല, ഇതിനും വലിയൊരു സൗഭാഗ്യം എന്താണ്? ഭഗവാനെ നേരിട്ട് കാണുന്നു, ഭഗവാന്റെ കൂടെ ലീലയിൽ പങ്കെടുക്കുന്നു, മൈത്രേയ ഋഷിയിൽ നിന്നൊക്കെ ഉദ്ധവരിൽ നിന്നൊക്കെ ഭഗവാനെ കുറിച്ച് കേൾക്കുന്നു. ഇതെല്ലാം അദ്ദേഹത്തിന് സാധിച്ചു. അപ്പോൾ അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ട് ഇതിന്റെ പുറകിൽ. അപ്പൊ വിതുരര് സാധാരണ ഒരു വ്യക്തിയല്ല, അദ്ദേഹം യമരാജൻ തന്നെയാണ്. യമരാജൻ ആരാണ്? 12 മഹാജനങ്ങളിൽ ഒരു വ്യക്തിയാണ്. സ്വയംഭൂ നാരദോ ശംഭു കുമാരോ കപിലോ മുനി മനു കുമാരോ കപിലോ മനു. അതിൽ അവിടെ 12 മഹാജനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ യമരാജനും കൂടിയുണ്ട്. അപ്പോൾ സാധാരണ ഒരു വ്യക്തിയല്ല,
വിതുരർ എന്നുള്ളതും നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. ഓക്കെ, രണ്ടാമത്തെ ശ്ലോകം. യാവതാ കൃതവാൻ പ്രശ്നാൻ ക്ഷത കൗശാരവാഗ്രതഃ ജാതൈകാ ഭക്തിർഗോവിന്ദേ തേഭ്യശ്ചോപരാരാമഃ. മാതാജി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. നമോ ഭഗവതി വാസുദേവായ. ശ്ലോകം 2. യാദവ കൃതവാൻ പ്രശ്നാൻ ക്ഷത്താ കൗശാരവ്യഗ്രതഃ ജാതൈക ഭക്തിർഗോവിന്ദേ തേഭ്യോച്ചാരപരാമഃ. ഹരേ കൃഷ്ണ. വാർത്തമ ശ്രീലപ്രഭു ജയ്. വ്യത്യസ്തങ്ങളായ നിരവധി ചോദ്യങ്ങൾ ആരാഞ്ഞ് ശ്രീകൃഷ്ണ ഭഗവാന്റെ അതീന്ദ്രിയ പ്രേമയുത സേവനത്തിൽ സ്ഥിരനായ ശേഷം മൈത്രേയ മുനിയുടെ ചോദ്യങ്ങൾ ആരായുന്നതിൽ നിന്നും വിതുരർ പിൻവാങ്ങി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പോൾ ഇവിടെ പറയുന്നു, ഭഗവാൻ കൃഷ്ണനെ കുറിച്ച്, ഭക്തിയുത സേവനങ്ങളെ കുറിച്ചൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വിതുരര് ചോദിക്കുന്നുണ്ട് മൈത്രേയ ഋഷിയോട്. അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നു. മൈത്രേയ ഋഷി അതിനുള്ള ഉത്തരങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം കേൾക്കുന്നു. അതിനുശേഷം അദ്ദേഹം അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മൈത്രേയ ഋഷിയിൽ നിന്ന് വിതുരര് ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ, ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം കേൾക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭഗവാനോടുള്ള സ്നേഹം അല്ലെങ്കിൽ പ്രേമം കൂടി. കാര്യം ഭഗവാനെ കുറിച്ച് നമ്മൾ കൂടുതൽ കേൾക്കുമ്പോൾ ഭഗവാനോടുള്ള ആ ഒരു പ്രേമം അല്ലെങ്കിൽ സ്നേഹം കൂടുകയാണ് ചെയ്യുന്നുള്ളൂ. എപ്പോഴും അങ്ങനെയാണ്. നമ്മൾ ഒരാളെ കുറിച്ച് എപ്പോഴും കേൾക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വസ്തു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ സ്ഥിരമായി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ ചെയ്യുന്ന കാര്യത്തോടോ അല്ലെങ്കിൽ നമുക്കൊരു അറ്റാച്ച്മെന്റ് വരുന്നു. അതേപോലെയാണ് ഒരാളെ കുറിച്ച് കേൾക്കുമ്പോഴും കൂടുതൽ കേൾക്കുമ്പോൾ കൂടുതൽ നമുക്ക് ഒരു അറ്റാച്ച്മെന്റ് വരുന്നു. അതുകൊണ്ടാണ് പറയുന്നത് ശാസ്ത്രങ്ങളിൽ ഭഗവാന്റെ നാമം കൂടുതൽ ജപിക്കണം. നാമം കൂടുതൽ ജപിക്കുമ്പോൾ നാമത്തോടൊരു അറ്റാച്ച്മെന്റ് വരുന്നു. ഭഗവാനെ കുറിച്ച് കൂടുതൽ കേൾക്കണം എന്ന് പറയുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, കേട്ട് കൂടുതൽ അദ്ദേഹത്തോടും ഭഗവാനോടൊരു അറ്റാച്ച്മെന്റ് കൂടി വരുന്നു. വിതുരര് ഒരുപാട് കാര്യങ്ങൾ ശ്രീ മൈത്രേയ ഋഷിയിൽ നിന്ന് കേൾക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ഹൃദയം മുഴുവനും നിറഞ്ഞു. അതിനുശേഷം അവിടെ നിന്ന് അദ്ദേഹം പോകുന്നു, തിരിച്ച് വരുവാണ് ധൃതരാഷ്ട്രരുടെ അടുത്തേക്ക്. അതാണ് പറയുന്നത്. ശ്രീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, മൈത്രേയ ഋഷിയിൽ നിന്ന് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ കേട്ടു. പറയുമ്പോൾ പ്രഭുപാദ എടുത്തു പറയുന്നു, ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളത്. ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? പരോധർമ്മം എന്താണ്? യഥോ ഭക്തി രഥോക്ഷജെ. ഭഗവാനോടുള്ള ഭഗവത് ആരാധനയാണ്, ഭക്തിയുത സേവനങ്ങളാണ്. ഇതെല്ലാം അദ്ദേഹം പഠിക്കുന്നു എന്നാണ് പറയുന്നത്. ജാതൈക ഭക്തിർ ഗോവിന്ദേ. ഗോവിന്ദൻ എന്ന് പറയുമ്പോൾ കൃഷ്ണൻ, പരമദിവ്യോത്തമ പുരുഷൻ കൃഷ്ണനോടുള്ള ഭക്തിയാണ് ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് വിതുരർ മനസ്സിലാക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ശ്ലോകത്തില് ഭക്തിർ ഗോവിന്ദ എന്നാണ് പറയുന്നത്. ഗോവിന്ദൻ എന്ന് പറയുന്നത് ഭഗവാൻ കൃഷ്ണന്റെ പേരാണ്. വിഷ്ണുവിന്റെ ഗോവിന്ദൻ എന്ന് പറയുമ്പോൾ പശുക്കൾക്ക് ആനന്ദം കൊടുക്കുന്നത് എന്നുള്ളൊരു അർത്ഥം കൂടെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇന്ദ്രിയങ്ങളും അവിടെയുണ്ട്. ഇന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പോഴും ഗോ എന്നുള്ള അർത്ഥമുണ്ട്. പക്ഷെ ഗോവിന്ദൻ എന്നുള്ള പേര് കൂടുതലും അത് പ്രോമിനന്റ് ആയിട്ടുള്ളത് ഭഗവാൻ കൃഷ്ണന്റെ പേരാണ്. അപ്പോൾ ഈ ഒരു ശ്ലോകത്തിൽ നിന്നും ക്ലിയർ ആണ്, ജീവിതത്തിന്റെ പരോധർമ്മം അല്ലെങ്കിൽ ആ പരമദിവ്യോത്തമ പുരുഷൻ എന്ന് കൃഷ്ണൻ എന്ന് പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാൻ എന്ന് പറയുമ്പോൾ ഗോവിന്ദന്റെ പേരാണ് പറയുന്നത്. ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഗോവിന്ദനെ ഭജിക്കുക, ഗോവിന്ദനെ ആരാധിക്കുക എന്ന് പറയുമ്പോൾ കൃഷ്ണനെ ആരാധിക്കുക. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഭാഗവതം മുഴുവനും നോക്കിക്കഴിഞ്ഞാൽ കൃഷ്ണനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. ശരിക്കും ഭഗവാൻ കൃഷ്ണനാണ് സെൻട്രൽ ക്യാരക്ടർ. അപ്പോൾ ഭാഗവതം, അതുകൊണ്ടാണ് ശ്രീല ജീവഗോസ്വാമി പറയുന്നത് ഒന്നാമത്തെ സ്കന്ധം മുതൽ അവസാനത്തെ സ്കന്ധം വരെ, ഇത് നമ്മൾ പഠിക്കുന്ന ഒന്നാമത്തെ സ്കന്ധമാണ്. പ്രഥമ സ്കന്ധത്തിൽ നോക്കൂ, ഭഗവാൻ കൃഷ്ണൻ നേരിട്ട് ഉള്ള ലീലകൾ നമ്മൾ ഒരുപാട് കാണുന്നുണ്ട്. പാണ്ഡവരുടെ കൂടെയുള്ള ലീല, ദ്വാരകയിലുള്ളത്, ദ്വാരകയിൽ ഭഗവാനുള്ള സമയത്തുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ കാണുന്നു. ഉടനീളം നമുക്ക് കാണാം. പിന്നീട് അങ്ങോട്ട്
പിന്നെ വിഷ്ണു മൂർത്തിമാരെയൊക്കെ കുറിച്ച് ഇടയിൽ വിഷ്ണുമൂർത്തികളെ കുറിച്ചെല്ലാം പറയുന്നു. പിന്നെ അതേപോലെ സൃഷ്ടിയെ കുറിച്ചെല്ലാം പറയുന്നുണ്ട്. പക്ഷെ അതെല്ലാം ഭഗവാൻ കൃഷ്ണനെ കേന്ദ്രീകരിച്ച് തന്നെയാണ്. ഭഗവാൻ കൃഷ്ണന്റെ വിസ്തരണങ്ങളും ആണ് അതെല്ലാം ചെയ്യുന്നത് എന്നുള്ളതൊക്കെ പറയുന്നു. പിന്നെ 12ാമത്തെ സ്കന്ധം, ദശമസ്കന്ധത്തെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ഉടനീളം ഭഗവാൻ കൃഷ്ണനാണ്. 90 അധ്യായങ്ങളിൽ ഭഗവാൻ കൃഷ്ണൻ നിറഞ്ഞു നിൽക്കുന്നു. 12ാമത്തെ അധ്യായത്തിലും അവിടെയും പറയുന്നുണ്ട്. 12ാമത്തെ അധ്യായമല്ല, 12ാമത്തെ സ്കന്ധത്തിലും കൃഷ്ണനെ കുറിച്ചാണ് കൃഷ്ണനാമത്തെ കുറിച്ചാണ് എടുത്തു പറയുന്നത്. കലേർ ദോഷാനിതേ രാജൻ അസ്തിഹി ഏകോൻ മഹാഗുണാൻ കീർത്തനാത് ഏവ കൃഷ്ണസ്യ. വളരെ ക്ലിയർ ആയിട്ട് അവിടെ പറയുന്നു കൃഷ്ണസ്യ, ഭഗവാൻ കൃഷ്ണന്റെ നാമം എന്ന് പറയുന്നു. ഉടനീളം കൃഷ്ണനാമമാണ്, കൃഷ്ണനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ കൃഷ്ണനാണ്, ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് സെൻട്രൽ ക്യാരക്ടർ. അതുകൊണ്ട് ശ്രീമദ് ഭാഗവതത്തെ ശ്രീല ജീവഗോസ്വാമി പറയുന്നു, ശരിക്കും പറയുകയാണെങ്കിൽ കൃഷ്ണപുരാണം എന്ന് തന്നെ വിളിക്കാം. കൃഷ്ണ മഹാപുരാണം, ശ്രീകൃഷ്ണ മഹാപുരാണം എന്ന് വിളിക്കാം. 2ാമത്തെ ശ്ലോകം. കാര്യം സത്യയുഗത്തിലെ പറഞ്ഞ് 2ാമത്തെ ശ്ലോകം, 3ാമത്തെ ശ്ലോകമാണ്. സത്യയുഗത്തിലെ ലീലകൾ തന്നെ നമ്മൾ കേൾക്കുമ്പോൾ അംബരീഷ് മഹാരാജാവിനെ കുറിച്ച് പറയുന്ന സമയത്തും അവിടെ അംബരീഷ് മഹാരാജാവിന്റെ ക്വാളിറ്റീസ് ഭാഗവതത്തിൽ പറയുമ്പോൾ ശ്രീല ശുകദേവ് ഗോസ്വാമി പറയുന്ന സവൈമന കൃഷ്ണപദാരവിന്ദയോ, കൃഷ്ണപദാരവിന്ദയോ, ഭഗവാൻ കൃഷ്ണന്റെ ആരാധനയാണ് പറയുന്നത് അവിടെ. ഭഗവാൻ കൃഷ്ണന്റെ തൃപാദങ്ങളിൽ പൂർണ്ണമായും അദ്ദേഹത്തിന്റെ എല്ലാ ഇന്ദ്രിയങ്ങളും സമർപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ സത്യയുഗത്തിലാണ് അംബരീഷ് മഹാരാജാവിന്റെ ചരിത്രം വരുന്നത്. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ നമ്മൾ ആ ഒരു ലീലകൾ നോക്കുമ്പോൾ ദ്വാപര യുഗത്തിൽ വരുന്നു എന്ന് പറയുന്നു. പക്ഷെ അതിനർത്ഥം കൃഷ്ണലീല ശാശ്വതമായിട്ടുള്ള ലീലയാണ്. ഈ കഴിഞ്ഞ ദ്വാപര യുഗത്തിൽ മാത്രമല്ല നടന്നിട്ടുള്ളത്, എല്ലാ ബ്രഹ്മാണ്ടങ്ങളിലും, അതായത് അനേക കോടി ബ്രഹ്മാണ്ടങ്ങളിൽ ആ എല്ലാ ബ്രഹ്മാണ്ടങ്ങളിലും കൃഷ്ണലീല നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും. ഭഗവാൻ കൃഷ്ണനെ സത്യയുഗത്തിലുള്ളവരും ആരാധിക്കുന്നു. അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹത്തിന്റെ പൊസിഷൻ. പ്രഹ്ലാദ് മഹാരാജന്റെ ചരിത്രം 7ാമത്തെ സ്കന്ധത്തിലും അവിടെ മതിർന കൃഷ്ണെ എന്ന് പറയുന്നുണ്ട്. കൃഷ്ണനെ, ഭഗവാൻ കൃഷ്ണൻ എന്നുള്ളത് എടുത്തു പറയുന്നു. അതായത് പ്രഹ്ലാദ മഹാരാജാവ് അദ്ദേഹം കൃഷ്ണഭക്തനായിരുന്നു. ഭഗവാൻ കൃഷ്ണ പറയുമ്പോൾ വിഷ്ണു നരസിംഹദേവൻ എന്നൊക്കെ പറയുന്നു. പക്ഷെ അദ്ദേഹം കൃഷ്ണനെ ആരാധിക്കുന്നതും ഭഗവാൻ കൃഷ്ണന്റെ പേര് എടുത്തു പറയുന്നുണ്ട് 7ാമത്തെ സ്കന്ധത്തിലും. അപ്പോൾ പറയുമ്പോൾ ഭഗവാൻ കൃഷ്ണനാണ് ഇവിടെ നീളമുള്ളത്. ഇവിടെ ശ്രീല പ്രഭുപാജി ഭാവാർത്ഥത്തിൽ പറയുന്നു, വിദുര മഹാത്മൻ അങ്ങനെ മൈത്രേയ ഋഷിയിൽ നിന്ന് ഭഗവാൻ കൃഷ്ണനെ കുറിച്ചെല്ലാം കേട്ടു. അതിനുശേഷം അദ്ദേഹം തിരിച്ച് ഹസ്തിനാപുരത്തിലേക്ക് വരുന്നതായിട്ടാണ് പറയുന്നത്. ശ്രീല പ്രഭുപാദ് 2ാമത്തെ പാരഗ്രാഫിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തത്വം പറയുന്നു. അതായത് വിദുരരെ പോലെ നമ്മളെ പോലുള്ള ബദ്ധാത്മാക്കൾ ഓരോരുത്തരും വിദുരരെങ്ങനെയാണോ മൈത്രേയ ഋഷിയുടെ അടുത്ത് പോകുന്നത്, മൈത്രേയ ഋഷിയുടെ അടുത്തോട്ട് പോയി അവിടെ പോയി മൈത്രേയ ഋഷിയോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. മൈത്രേയ ഋഷി ഉത്തരങ്ങൾ പറയുന്നു. ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്താണ്? ആത്മീയമായിട്ടുള്ള സബ്ജക്റ്റ് ആണ്, ആത്മീയ തലത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതിനുള്ള ഉത്തരം അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ശ്രീല പ്രഭുപാദ് പറയുന്നത്, ഓരോ ജീവാത്മാക്കളും ഇതേപോലെ വിദുരര് എങ്ങനെയാണോ മൈത്രേയ ഋഷിയെ അപ്രോച്ച് ചെയ്തത്, മൈത്രേയ ഋഷി ഒരു ഗുരുസ്ഥാനത്ത് നിന്നുകൊണ്ട് വിദുരർക്ക് ആത്മീയ ജ്ഞാനം പറഞ്ഞു കൊടുക്കുന്നു. അതേപോലെ നമ്മൾ ഓരോരുത്തരും ഒരു ആത്മീയ ഗുരുവിന്റെ അടുത്ത് പോയി അദ്ദേഹത്തിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കണം, ആത്മീയ ജ്ഞാനം നേടണം. അതുകൊണ്ടാണ് പറയുന്നത് ശ്രീമദ് ഭഗവത്ഗീതയിൽ 4ാമത്തെ അധ്യായത്തിൽ തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേക്ഷയന്തിതേ ജ്ഞാനം ജ്ഞാനിന തത്വദർശനം. അപ്പോൾ തത്വദർശിയായിട്ടുള്ള ഒരു വരിഷ്ഠനായിട്ടുള്ള ഒരു പരിശുദ്ധ ഭക്തനായിട്ടുള്ള ആത്മീയ ഗുരുവിൽ നിന്ന് നമ്മൾ ഭഗവാനെ കുറിച്ച് അല്ലെങ്കിൽ ആത്മീയ ജ്ഞാനം നേടണം. അത് എങ്ങനെ ചെയ്യണം എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ്. അതായത് തദ്വിധി പ്രണിപാതേന, പ്രണിപാത അതായത് പൂർണ്ണമായിട്ടും ശരണം പ്രാപിക്കണം ആത്മീയ ഗുരുവിന്റെ പാദങ്ങളിൽ. പരിപ്രശ്നേന, പ്രശ്നങ്ങൾ അതായത് ചോദ്യങ്ങൾ ചോദിക്കണം. സേവയും ചെയ്യണം. അപ്പോൾ ഗുരുവിനെ ഒരു നല്ലൊരു ഗുരുവിനെ നമ്മൾ കാണുക, കണ്ടുപിടിക്കുക, ഗുരുവിന്റെ പാദങ്ങളിൽ പൂർണ്ണമായും നമ്മളെ തന്നെ സമർപ്പിക്കുക. അതിനുശേഷം ഗുരുവിനെ സേവിക്കുക.
സേവിക്കുന്ന കൂട്ടത്തിൽ ചോദ്യങ്ങളും ചോദിക്കുക, ചോദ്യങ്ങൾ ചോദിക്കേണ്ടതും ആത്മീയ തലത്തിലുള്ള ചോദ്യങ്ങൾ, സ്പിരിച്വൽ ആയിട്ടുള്ള സബ്ജക്റ്റാണ് ചോദിക്കേണ്ടത്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവരുടെ ഗുരുവിന്റെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ നമുക്ക് കിട്ടുന്നു. അതനുസരിച്ച് നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് എന്നുള്ളത് ഇവിടെ പ്രഭുപാദ് ഇതിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പിന്നീട് പറയുന്നു, വെറുതെ നമ്മൾ ഒരു ശിഷ്യൻ എന്ന് പറയുമ്പോൾ ചോദ്യങ്ങൾ ഉണ്ടാവണം. ഗുരുവിനോട് ചോദിക്കണം. ആത്മീയ ഗുരു, ദീക്ഷാഗുരു അല്ലെങ്കിൽ ശിക്ഷാഗുരു ആവട്ടെ, അത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ശിക്ഷാഗുരു ആണെങ്കിലും ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കണം. ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുകയുള്ളൂ, പ്രോഗ്രസ് ഉണ്ടാവുകയുള്ളൂ. ഗുരു പറയുന്നത് കേൾക്കുന്നു എന്നുള്ളത് ഒരു കാര്യം, കൂട്ടത്തിൽ ഉള്ളിൽ ചോദ്യങ്ങളും ഉണ്ടാവണം. ചോദ്യങ്ങൾ ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ഒന്നില്ലെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല എന്നുള്ളത്, അല്ലെങ്കിൽ എല്ലാം മനസ്സിലായി എന്നുള്ളതാണ്. പക്ഷെ എല്ലാം മനസ്സിലായി എന്നുള്ളത് അതൊരിക്കലും അങ്ങനെ ഒരു അവസ്ഥയില്ല. ചോദ്യങ്ങൾ ഇല്ല എന്നുള്ളതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കേൾക്കുന്ന കാര്യത്തെ കുറിച്ച് നമ്മൾ ആ കേൾക്കുന്ന കാര്യം നമ്മൾ ധ്യാനിക്കുന്നില്ല, കേൾക്കുന്ന കാര്യങ്ങളെ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. അതുകൊണ്ടാണ് ചോദ്യമില്ലാത്തത്. സിമ്പിൾ ആണ്. ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ വരാത്തതിന്റെ കാരണം ഒന്നില്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് അറിയുന്നുണ്ടോ പൂർണ്ണമായിട്ടും, പക്ഷെ അങ്ങനെ ഒരു അവസ്ഥയില്ല. ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കോണ്ടംപ്ലേറ്റ് ചെയ്യുന്നില്ല, ധ്യാനിക്കുന്നില്ല. കണ്ടംപ്ലേറ്റ് ചെയ്യുമ്പോഴാണ് ചോദ്യങ്ങൾ വരുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു, ഇത് ക്ലിയർ ആയില്ലല്ലോ. അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉള്ളിൽ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ആ കേൾക്കുന്ന കാര്യം സീരിയസ് ആയി കേൾക്കുന്നുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ഇല്ലെങ്കിൽ വെറുതെ, അതായത് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. തീർച്ചയായിട്ടും ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ പ്രയോജനം ഉണ്ട്. പക്ഷെ അതിന്റെ ശരിക്കുമുള്ള റിസൾട്ട് കിട്ടണമെങ്കിൽ അതനുസരിച്ചിട്ടുള്ള രീതിയിൽ നമ്മൾ അങ്ങനെയുള്ളൊരു ഡിസൈപ്പിൾ അല്ലെങ്കിൽ ശിഷ്യനാവണം. അപ്പോൾ ഒരു ഗുരുവിന്റെ റെസ്പോൺസിബിലിറ്റി ശിഷ്യരെ നേർവഴിക്ക് നയിക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അപ്പൊ പ്രഭുപാദ് ഇവിടെ പറയുന്നു, അങ്ങനെ ഉള്ള ഒരു ഗുരു ആയിരിക്കണം, അല്ലാതെ വെറുതെ പേരിനുള്ള ഒരു ഗുരു ആവരുത്. എല്ലാവരുടെ മുമ്പിൽ ആളാവുന്ന അല്ലെങ്കിൽ ഒരു ഗുരുവാണെന്ന് ധരിക്കുന്നു, നമ്മൾ സ്വന്തം ഗുരുവാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ക്ലെയിം ചെയ്യുന്നു. ഒരുപാട് ശിഷ്യർക്ക് ദീക്ഷ കൊടുക്കുന്നു. പക്ഷെ അതിനുള്ള ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആളാണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയുള്ളവർ കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അപ്പോൾ ഗുരുവിന്റെ റെസ്പോൺസിബിലിറ്റി, ഗുരു ശുദ്ധഭക്തനായിരിക്കണം, പൂർണ്ണമായും ഈ ഒരു ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ ജ്ഞാനം ഉണ്ടായിരിക്കണം. മാത്രമല്ല ഓരോ ശിഷ്യരുടെയും ഉത്തരവാദിത്വം എടുക്കണം, റെസ്പോൺസിബിലിറ്റി എടുക്കണം. ശിഷ്യര് വേണ്ട രീതിയിൽ ഫോളോ ചെയ്തില്ലെങ്കിൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഗുരുവിനാണ്. അപ്പോൾ ഗുരുസ്ഥാനം എന്ന് പറയുന്നത് ചെറിയൊരു സംഭവമല്ല. ഒരു ഫാഷനായിട്ട് ചിലപ്പോൾ ഇന്നത്തെ കാലത്ത് നടക്കുന്നുണ്ടാവും. പലതും സംഭവിക്കുന്നുണ്ട് ഇന്നത്തെ കാലത്ത്. ഗുരു എന്ന് പറയുന്നത് അതൊരു വലിയൊരു സ്ഥാനമാണ്. ശരിക്കും ചെറിയൊരു സംഭവമല്ല. ഇന്നത്തെ കാലത്ത് അതിനെ വളരെ ചീപ്പായ ആളുകൾ എടുക്കുന്നു. എന്നിട്ട് ഒരു എങ്ങനെയോ, അതായത് ആളുകളെ ഇന്ന പരമ്പര, ഏത് പരമ്പരയാണെന്ന് ചിലപ്പോൾ അറിയില്ല. ഇനി ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഓത്തന്റിക് പരമ്പരയുടെ കീഴിൽ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ആ പേരിൽ ആ പരമ്പര ഫോളോ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് അങ്ങനെയും നടക്കുന്നുണ്ട്. അതായത് പറയുമ്പോൾ ഒരു ഓത്തന്റിക് പരമ്പരയുടെ കീഴിലാണെന്ന് പറയുന്നു, പക്ഷെ ചെയ്യുന്ന കാര്യങ്ങള് പരമ്പരയുമായിട്ട് ഒരു ബന്ധവുമില്ല. ആ ഒരു ഗുരു ശിഷ്യ പരമ്പരയായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളും ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇന്നത്തെ കാലത്ത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്, ആരെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളത്. ഒത്തന്റിക് ആയിട്ടുള്ള സമ്പ്രദായമാണോ, പരമ്പരയാണോ എന്നുള്ളത് അറിയണം. അതേപോലെ ഗുരുവിന്റെ ആ ഒരു പൊസിഷൻ, ഗുരുവിന്റെ ആ ഒരു ക്വാളിഫിക്കേഷനും നമ്മൾ അറിയേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആരെയെങ്കിലും കാണുന്നു അങ്ങനെ പോയി ദീക്ഷ എടുക്കുക എന്നുള്ളതല്ല. ഗുരുവിന്റെ ക്വാളിഫിക്കേഷൻ വെരി ഇമ്പോർട്ടന്റ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെയുള്ള ഒരു ഗുരുവിൽ നിന്നാണ് കേൾക്കേണ്ടത്. അതേപോലെ തന്നെ ശിഷ്യർക്കും ഉത്തരവാദിത്വമുണ്ട്. ശിഷ്യർക്ക് തീർച്ചയായിട്ടും ഉത്തരവാദിത്വമുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കൂ, മൈത്രേയ ഋഷി വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഗുരുസ്ഥാനത്തുള്ള വ്യക്തി. വിതുരര് വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ശിഷ്യനും. ഇതാണ് പ്രോപ്പർ കോമ്പിനേഷൻ. ശുഗദേവ് ഗോസ്വാമി പരീക്ഷിത് മഹാരാജാവ് അദ്ദേഹത്തിന് ക്വാളിഫൈഡ് ആണ്. ഭഗവാനെ കുറിച്ച് കേൾക്കുവാൻ
ശുകദേവ് ഗോസ്വാമി ഗുരുസ്ഥാനത്ത് നിന്നും പറഞ്ഞു കൊടുക്കുന്നു അദ്ദേഹത്തിന്. സൂത ഗോസ്വാമി, ശൗനക ഋഷിമാരും നോക്കിക്കഴിഞ്ഞാലും അവരും അങ്ങനെ തന്നെയാണ്. കേൾക്കുന്ന ആൾക്കും അല്ലെങ്കിൽ റിസീവ് ചെയ്യുന്ന ആള് അവർക്കും ക്വാളിഫിക്കേഷൻ ഉണ്ട്, പറയുന്ന ആൾക്കും. ഗുരുവിനും ശിഷ്യനും രണ്ടുപേരും ക്വാളിഫൈഡ് ആയിരിക്കണം. ശിഷ്യൻ ചെയ്യേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ, റെസ്പോൺസിബിലിറ്റീസ് അവർ ചെയ്തിരിക്കണം. അതേപോലെ തന്നെ ഗുരു ചെയ്യേണ്ടത്, ഗുരുവിന്റെ റെസ്പോൺസിബിലിറ്റീസ് അദ്ദേഹം ചെയ്യണം. രണ്ടുപേർക്കും ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു കാര്യം. ഇതിൽ വെറുതെ തമാശ കളിയല്ല. ദീക്ഷയും ഗുരു ശിഷ്യൻ, നമ്മൾ പലപ്പോഴും ഈവൻ ഒരു കാര്യം കൂടെ, നമ്മൾ ചിലപ്പോൾ ശിക്ഷാഗുരുക്കളെ അല്ലെങ്കിൽ ശിക്ഷാഗുരു എന്ന് പറയുമ്പോൾ ശരിക്കും ശിക്ഷാഗുരു എന്ന് നമ്മൾ ഒരാളെ വിളിക്കണമെങ്കിൽ നമ്മൾ ആ വ്യക്തിയെ ഗുരുവായിട്ട് കാണണം. പേരിന് മാത്രം പറഞ്ഞാൽ മാത്രം പോരാ. നമ്മൾ ഒരു വ്യക്തിയെ, ഒരു വരിഷ്ഠനായിട്ടുള്ള ഒരു ഭക്തനെ, ഓക്കെ, അദ്ദേഹം നമ്മളെ ഗൈഡ് ചെയ്യുന്നു, നമ്മളെ ഭക്തിയിൽ മുന്നോട്ട് നയിക്കുന്നു, അങ്ങനെയുള്ള ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാള്, ആത്മാർത്ഥയോടുകൂടി ഭക്തിയുടെ സേവനങ്ങൾ ചെയ്യുന്ന ഒരാൾ, അദ്ദേഹം ഒരുപക്ഷെ ഭഗവാന്റെ നിത്യപാർഷദനാവണമെന്നൊന്നുമില്ല. ഭഗവാന്റെ നിത്യപാർഷദൻ ഗോലോക വൃന്ദാവനത്തിൽ നിന്ന് വന്നു അങ്ങനെയുള്ള ഒരു ആളായിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. കാര്യം ഗുരുവിന്റെ ക്വാളിഫിക്കേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള ആളുകളും ഈ ഭൗതിക ലോകത്തിലുള്ള ആളുകളും അതിനുള്ള ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളാണെങ്കിൽ ആ ഗുരുസ്ഥാനത്തിൽ വരാം. അല്ലാതെ നിത്യപാർഷദർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതല്ല ഗുരുസ്ഥാനം. അതിനുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ദീക്ഷാഗുരു വരെ ആവാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷെ എന്താണെങ്കിലും നമ്മൾ ശിഷ്യരായിട്ടുള്ളവര് അങ്ങനെ ഒരു വ്യക്തിയുടെ കീഴിൽ നമുക്ക് വരാൻ സാധിച്ചു, ആത്മാർത്ഥയോടുകൂടി ഭക്തി സേവനങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ കീഴിൽ വരാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ ആ ഗുരുവിനെ നമ്മൾ പലപ്പോഴും പറയുമോ, എന്റെ ശിക്ഷാഗുരുവാണ്. ശിക്ഷാഗുരു എന്ന് വിളിക്കുമ്പോൾ ദീക്ഷാഗുരുവിനെ നമ്മൾ എങ്ങനെ വിളിക്കുന്നു അതേപോലെ തന്നെ ആയിരിക്കണം നമ്മുടെ ഉള്ളിലും ആ വ്യക്തിയോട് ഉള്ള ബഹുമാനവും ആദരവും, അല്ലെങ്കിൽ അത്രയും ആ ഒരു സ്ഥാനമുണ്ട് അവർക്കും. ഇത് മനസ്സിലാക്കാതെ പലപ്പോഴും നമ്മൾ ഈ ഒരു ടേം ഗുരു എന്ന് ഉപയോഗിക്കുന്നു. ശിക്ഷയാവട്ടെ ദീക്ഷയാവട്ടെ, ഗുരു എന്ന് പറയുമ്പോൾ അത് ആ വാക്കിന്റെ തന്നെ അർത്ഥം, സംസ്കൃതത്തിലെ ഒരു അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി എന്നാണ്. അതിന് ഒരുപാട് വെയിറ്റ് ഉണ്ട്. അത് വെറുതെ ചീപ്പായി ഉപയോഗിക്കേണ്ട ഒരു വാക്കല്ല. അതുകൊണ്ട് നമ്മൾ ഒരു ദീക്ഷാഗുരുവിനെ ഒരുപക്ഷെ ആ ഒരു റെസ്പെക്ട് ഒക്കെ നമ്മൾ കൊടുക്കും. പക്ഷെ ശിക്ഷാഗുരുവിന്റെ കാര്യം വരുമ്പോൾ പലപ്പോഴും നമ്മൾ സാധാരണ നമ്മളെക്കാൾ വിവരങ്ങൾ കൂടുതലുള്ള ഒരു വ്യക്തി, അറിവ് കൂടുതലുള്ള ഒരു വ്യക്തിയാണെന്ന് ഒരുപക്ഷെ നമ്മൾ ധരിക്കും. പക്ഷെ എന്നെ പോലെ സാധാരണ ഒരു വ്യക്തി എന്നുള്ളൊരു ധാരണയുണ്ട്. അങ്ങനെ നമ്മൾ ശിക്ഷാഗുരുവിനെ, അങ്ങനെ ഒരു വ്യക്തിയെ നമ്മൾ ശിക്ഷാഗുരു എന്ന് വിളിക്കുന്നു. എന്നാൽ ആ ഒരു സ്ഥാനം ശരിക്കും മനസ്സിലില്ലെങ്കിൽ, ഹൃദയത്തിലില്ലെങ്കിൽ കാര്യമില്ല. ശരിക്കും നമ്മൾ ഒരു അപരാധമാണ് പിന്നെ ചെയ്യുന്നത്. അതുകൊണ്ട് മുഖേ പോലെ മാത്രം ആവരുത്. എന്ത് കാര്യമാണെങ്കിലും നമ്മൾ എന്ത് കാര്യം ചെയ്യുവാണെങ്കിലും ഈ പറഞ്ഞാൽ മാത്രം പോരാ, അത് നമ്മൾ ചെയ്യുകയും വേണം. ഉപദേശങ്ങൾ കൊടുക്കാൻ നമുക്ക് എളുപ്പമാണ്, അത് അടുത്ത സ്റ്റേജ്. നമുക്ക് മറ്റുള്ളവരെ ഉപദേശിക്കാൻ എളുപ്പമാണ്, പക്ഷെ നമ്മൾ ഫോളോ ചെയ്യാതെ മറ്റുള്ളവരെ ഉപദേശിച്ചിട്ട് കാര്യമുണ്ടോ? അതേപോലെ പറയുമ്പോൾ അതിന്റെ വാല്യൂ മനസ്സിലാക്കി അത് ഫോളോ ചെയ്യുക എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ്. ശ്ലോകം 3-4. തം ബന്ധും ആഗതം ദൃഷ്ട്വാ ധർമ്മപുത്രാ സഹാനുജ ധൃതരാഷ്ട്രോ യുയുത്സുശ്ച സൂത ശാരദ്വതാ പൃത ഗാന്ധാരീ ദ്രൗപദി ബ്രഹ്മൻ സുഭദ്രാ ചോത്തരാ കൃപി അന്യാശ്ച ജാമയാ പാണ്ഡുർ ജ്ഞാതയാ സസുതാ സ്ത്രീയ. ഹരേ കൃഷ്ണ പ്രഭു. വായിക്കട്ടെ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. തം ബന്ധു ആഗതം ദൃഷ്ട്വാ ധർമ്മപുത്ര സഹാനുജ ധൃതരാഷ്ട്രോ യുയുത്സുശ്ച സൂത ശാരദ്വതാ പൃഥ ഗാന്ധാരി ദ്രൗപദി ബ്രഹ്മൻ സുഭദ്രാ ചോത്തരാ കൃപി അന്യാ ച ജാമയ പാണ്ഡോർജ്ഞാതയാ സസുതാ സ്ത്രീയ. വിവർത്തനം ശ്രീല പ്രഭുപാദർ കി ജയ്.
വിതുരർ കൊട്ടാരത്തിൽ മടങ്ങിയെത്തിയത് കണ്ട എല്ലാ കൊട്ടാര നിവാസികളും മഹാരാജാവ് യുധിഷ്ഠിരൻ, അദ്ദേഹത്തിന്റെ ഇളയ ഭ്രാതാക്കൾ ധൃതരാഷ്ട്രർ, സാത്യകി, സഞ്ജയൻ, കൃപാചാര്യർ, കുന്തി, ഗാന്ധാരി, ദ്രൗപദി, സുഭദ്ര, ഉത്തര, കൃപി, കൗരവരുടെ നിരവധി മറ്റ് പത്നിമാർ, പുത്രസമേതരായ കൊട്ടാരത്തിലെ മറ്റ് സ്ത്രീജനങ്ങൾ എന്നിവരെല്ലാം അതിരേകമായ സന്തോഷത്തോടെ അദ്ദേഹത്തിന് അരികിലേക്ക് ധൃതിയിൽ ചെന്നു. ദീർഘകാലത്തിന് ശേഷം സുബോധം തിരികെ ലഭിച്ചവരെന്ന പോലെ അവർ കാണപ്പെട്ടു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പോൾ ശ്രീ വിതുര മഹാത്മൻ ഹസ്തിനാപുരത്തിലേക്ക് തിരിച്ചു വന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും അവർക്ക് ഒരുപാട് സന്തോഷമായി. അങ്ങനെ വിതുരരെ അവര് വരവേൽക്കുന്നു, സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് ബഹുമാനത്തോടുകൂടി. യുധിഷ്ഠിര മഹാരാജാവ് അദ്ദേഹത്തിന്റെ സഹോദരന്മാരെല്ലാവരും, അർജുനനും ഭീമസേനനും നകുല സഹദേവന്മാരെല്ലാവരും, ധൃതരാഷ്ട്ര, സാത്യകി, സഞ്ജയൻ, കൃപാചാര്യൻ, കുന്തി മഹാറാണി, ഗാന്ധാരി, ദ്രൗപദി മാത, സുഭദ്ര മാത, ഉത്തര മാത, കൃപി, ഇവരെല്ലാവരും, അങ്ങനെ പിന്നെ കൗരവരുടെ പത്നിമാരും ഇവരെല്ലാവരും ഉണ്ട്, കുട്ടികളും ഉണ്ട്. എല്ലാവരും ഒരുപാട് സന്തോഷത്തോടുകൂടി അവിടേക്ക് വരുന്നു, വിതുരരെ കാണാൻ വേണ്ടി വരുവാണ്. പറയുന്നു ഇവിടെ എന്താ പറയുന്നത്, എല്ലാവരും ആ ഒരുപാട് കാലമായി ഒരു അബോധാവസ്ഥയിലിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് തിരിച്ച് ബോധം കിട്ടിയ ഒരു അവസ്ഥയാണ് വിതുരരെ കണ്ടപ്പോൾ എന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കൂ, ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം വിതുരരെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിരുന്നു. വിതുരരെ ഇഷ്ടമല്ലാത്ത ഒരു സാഹചര്യം ദുര്യോധനൻ വളരെ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. പക്ഷെ വിതുരര് ഇവിടെ കൂടുതലും നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പാണ്ഡവരുടെ ആളുകളാണ് കൂടുതലും, പാണ്ഡവരുടെ സൈഡിലുള്ളവരാണ് കൂടുതലും. കൗരവരുടെ സൈഡിലുള്ളവര് ധൃതരാഷ്ട്രവും ഗാന്ധാരിയും പിന്നെ കൗരവരുടെ കുറച്ച് പത്നിമാരും എന്ന് പറയുന്നു. പക്ഷെ വിതുരരോട് എല്ലാവർക്കും ഒരു റെസ്പെക്ട് ഉണ്ട്. കൗരവ പക്ഷത്തിലുള്ളവർക്കും ഉണ്ട്, പാണ്ഡവ പക്ഷത്തിലുള്ളവർക്ക് പറയേണ്ട ആവശ്യമില്ല. അവര് എല്ലാവരെയും അവർ സ്നേഹിക്കുന്നു. ധൃതരാഷ്ട്രയും ദുര്യോധനെയും പോലും സ്നേഹിക്കുന്നുണ്ട് അവര്. ദുര്യോധനോട് പോലും ഒരു വിദ്വേഷം യുധിഷ്ഠിര മഹാരാജാവിനും അർജുനും ശരിക്കും തോന്നിയിട്ടില്ല. സ്വന്തം സഹോദരനെ പോലെ തന്നെയാണ് തോന്നിയിട്ടുള്ളൂ. പിന്നെ സാഹചര്യങ്ങളൊക്കെ മാറി യുദ്ധം ചെയ്തു എന്നുള്ളതൊക്കെ ശരിയാണ്, പക്ഷെ ശത്രുവായിട്ടോ ഒന്നും കണ്ടിട്ടില്ല, സഹോദരനായിട്ട് തന്നെയാണ് കണ്ടിട്ടുള്ളവര്. അതാണ് അവരുടെ കാര്യം. അവർ പരിശുദ്ധ ഭക്തരാണ്, അവരുടെ മനോഭാവം എപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്നാൽ കൗരവപക്ഷത്തിലും വിതുരരെ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോഴും ആർക്കും ഇഷ്ടപ്പെട്ടില്ല ശരിക്കും. ധൃതരാഷ്ട്ര അതിന് സമ്മതം മൂളി, ഒന്നും പറഞ്ഞില്ല, തടഞ്ഞില്ല. അദ്ദേഹം വിതുരരാണെങ്കിൽ പോവുകയും ചെയ്യുന്നു. ദുര്യോധനൻ പറയുന്നു, ദുര്യോധനൻ മോശമായി പെരുമാറുന്നു. എന്നാൽ മറ്റുള്ളവർക്ക് അത്ര സന്തോഷം ഉണ്ടായിരുന്നില്ല ഈ കാര്യത്തിൽ. കാര്യം വിതുരരെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. കാര്യം ഭഗവാന്റെ ശുദ്ധഭക്തരെ ശരിക്കും പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാവും. അവരുടെ സ്വഭാവം അങ്ങനെയായിരിക്കും. എല്ലാവരും അതാണ് വിഷ്ണു ജനങ്ങൾ അല്ലെങ്കിൽ ഭക്തരെ ശരിക്കും പറയുകയാണെങ്കിൽ അവരുടെ ആ ഒരു ക്വാളിറ്റീസ് കൊണ്ട് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അതാണ് ആ ഒരു സാധാരണഗതിയിൽ. അതായത് ചിലപ്പോൾ ഉണ്ടാവും അസൂയുള്ളവരോ അങ്ങനെയുള്ളവരോ ഉണ്ടാവും, പക്ഷെ ജനറലി നോക്കുവാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സ്വഭാവമായിരിക്കും ഭക്തർക്ക്. വിതുരരെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇപ്പോൾ വിതുരരെ തിരിച്ചു വന്ന സമയത്ത് എല്ലാവരും ആ ഒരു ബോധമില്ലാത്ത അവസ്ഥയിൽ നിന്ന് തിരിച്ച് ആ ഒരു കോൺഷ്യസ്നസ് കിട്ടിയ ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. ശ്രീല പ്രഭുപാദ് ഭാവാർത്ഥത്തിൽ ഗാന്ധാരി ദേവിയെ കുറിച്ച് പറയുന്നു, പൃഥ കുന്തി മഹാറാണിയെ കുറിച്ച് പറയുന്നു, പിന്നീട് ദ്രൗപദി മാതയെ കുറിച്ച് പറയുന്നുണ്ട്, സുഭദ്ര ദേവിയെ കുറിച്ച് പറയുന്നു. അങ്ങനെ ഈ 4 ക്യാരക്ടേഴ്സിനെ കുറിച്ച് ഭാവാർത്ഥത്തിൽ കുറച്ച് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. അവർ ആരാണ് എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും അത് വായിക്കുന്നില്ല. ഇങ്ങനെയുള്ള ഡിസ്ക്രിപ്ഷൻ ഹോംവർക്ക് ആയിട്ട് എല്ലാവരും വായിക്കുക എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത്. കാര്യം എല്ലാവർക്കും കുറച്ച് അറിയാവുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ആ ഒരു പേഴ്സണാലിറ്റി ആരാണെന്ന് പ്രഭുപാദ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുവാണ് ഭാവാർത്ഥത്തിൽ. 5ാമത്തെ ശ്ലോകം. ജഗ്മു പ്രഹർഷേണ പ്രാണം തൻവാ ഇവാഗതം അഭിസംഗമ്യ വിധിവത്
പരിഷ്വംഗാഭിവാദനൈ. വായിക്കട്ടെ പ്രഭു. ഹരേ കൃഷ്ണ. വായിക്കും. ഹരേ കൃഷ്ണ. ശ്ലോകം 5. പ്രത്യുച്ചഗ്മു പ്രഹർഷേണ പ്രാണം തന്വ അഭിസംഗമ്യ വിധിവത് പരിഷ്വംഗാഭിവാദനൈഃ. വിവർത്തനം ശ്രീല പ്രഭുപാദ് കീ ജയ്. സ്വശരീരങ്ങളിൽ പ്രാണൻ പുനരാഗമിച്ചതുപോലെ അത്യന്തം ആനന്ദാതിരേകത്തോടെ അവരെല്ലാം അദ്ദേഹത്തെ സമീപിച്ചു. അവർ പ്രണാമങ്ങൾ കൈമാറുകയും ആശ്ലേഷിക്കുകയും ചെയ്തുകൊണ്ട് ഉചിതമായി പരസ്പരം സ്വാഗതം അരുളി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇവിടെ നമുക്ക് കാണാം എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി വിദുരരെ കണ്ടപ്പോൾ. അങ്ങനെ എല്ലാവരും ഓടി വരുന്നു. നേരത്തെ ഉള്ള ശ്ലോകത്തിൽ പറഞ്ഞു ആരൊക്കെയാണ് എന്നുള്ളത്. വിദുരരുടെ അടുത്തോട്ട് വന്ന് കുറച്ചുപേര് വിദുരരുടെ മുമ്പിൽ നമസ്കരിക്കുന്നുണ്ട്, കുറച്ചുപേര് ആലിംഗനം ചെയ്യുന്നുണ്ട്. അങ്ങനെ പല രീതിയിലായി വിദുരരെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പൊസിഷൻ അനുസരിച്ച് എങ്ങനെയാണോ റെസ്പെക്ട് കൊടുക്കേണ്ടത് അതനുസരിച്ചിട്ടുള്ള ഒരു ബഹുമാനം, ആദരവും നമ്മൾ ഇതിൽ നിന്ന് കാണാം. ഈ ഭാഗവതത്തിൽ പല സ്ഥലങ്ങളിലും നമ്മളിത് കാണുന്നുണ്ട്. ആ ഒരു പൊസിഷൻ, പ്രായം, ഇതെല്ലാം നോക്കി അതിന് ഉചിതമായിട്ടുള്ള രീതിയിലുള്ള ഒരു സ്വീകരണമാണ് എപ്പോഴും നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ ആദരവാണ് സാധാരണ കൊടുക്കുന്നത് നമ്മൾ കാണുന്നത്. ഇവിടെ വിദുര മഹാത്മൻ വന്നപ്പോഴും അങ്ങനെ തന്നെ ജൂനിയർ ആയിട്ടുള്ളവര് നമസ്കരിക്കുന്നു. ധൃതരാഷ്ട്രയെ പോലുള്ളവർ ആലിംഗനം ചെയ്യുന്നു. അതേപോലെ അങ്ങനെ ആ ഒരു രീതിയിൽ പല രീതിയിലും ഉള്ള ഒരു സ്നേഹം കൈമാറുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ശീലപ്രഭുപാദ് ഭാവാർത്ഥത്തിൽ പറയുന്നു, അതായത് ബോധമില്ലാത്ത അവസ്ഥയിൽ നിന്ന് തിരിച്ച് ഓരോ ശരീരത്തിലെ ഓരോ ഭാഗങ്ങൾ അനങ്ങുന്ന പോലെയാണ്. കാര്യം വിദുരര് പോയപ്പോൾ വിദുരരെ ആ ഒരു വിയോഗത്തിൽ ഒരുപാട് ആളുകൾ അവിടെയുള്ളവര്, കൗരവരും പാണ്ഡവപക്ഷത്തിലുള്ളവരും അല്ലെങ്കിൽ പാണ്ഡവരുടെ കുടുംബത്തിലുള്ളവരും കൗരവ കുടുംബത്തിലുള്ളവരും ഒരുപാട് വിഷമിച്ചിരുന്നു. കാര്യം വിദുരരെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയെ വീണ്ടും കാണുമ്പോൾ ഒരുപാട് സന്തോഷം അവർക്ക് തോന്നുന്നു. അതാണ് ഈ ഒരു ശ്ലോകങ്ങളിൽ പറയുന്നത്. ഓക്കെ, ഹരേ കൃഷ്ണ. ശ്ലോകം 6. മുമുചു പ്രേമ ബാഷ്പൗംഗം വിരഹൗകണ്ഠ്യ കാതരാഃ രാജാ തം അർഹയാം ചക്രേ കൃതാസന പരിഗ്രഹം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ശ്ലോകം 6. ഓം നമോ ഭഗവതേ വാസുദേവായ. മുമുചു പ്രേമ ബാഷ്പൗഖം വിരഹൗകണ്ഠ്യകാതര രാജാ തം ഹർഹയാ ചക്രേ കൃതാസന പരിഗ്രഹം. വിവർത്തനം ജയ് ശ്രീല പ്രഭുപാദ്. ഉത്കണ്ഠയാലും ദീർഘകാലത്തെ വിരഹത്താലും അവരെല്ലാവരും സ്നേഹബാഷ്പങ്ങൾ പൊഴിച്ചു. അനന്തരം രാജാവ് യുധിഷ്ഠിരൻ അദ്ദേഹത്തെ സ്വീകരിച്ച് ആനയിക്കാനും ഉപവിഷ്ടനാക്കാനുമുള്ള സജ്ജീകരണങ്ങൾ നടത്തി. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. പ്രേമ ബാഷ്പൗകം പ്രേമ, അതായത് സ്നേഹം കൊണ്ട്, വിദുരരോടുള്ള ഒരു സ്നേഹം, പ്രേമം കൊണ്ട് ബാഷ്പം അവരുടെ കണ്ണിൽ നിന്ന് കരയുന്നു. കരയുവാണ് ചെയ്യുന്നത്. സന്തോഷ അശ്രുക്കളാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് കാലത്തെ വിയോഗം, ഒരു പിരിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വീണ്ടും അദ്ദേഹത്തെ കണ്ടപ്പോൾ അവർക്ക് ഒരുപാട് ഇവരെല്ലാവരും ഒരുപാട് സന്തോഷിക്കുന്നു. കണ്ണിൽ നിന്ന് പ്രേമ ബാഷ്പങ്ങൾ വരുന്നു എന്നാണ് പറയുന്നത്. വിരഹൗത്കണ്ഠ്യ കാതര, അതായത് വിരഹം, ഒരുപാട് കാലങ്ങൾ, ഒരുപാട് സമയം അദ്ദേഹത്തെ പിരിഞ്ഞിരിക്കുന്നു. ആ ഒരു ആങ്സൈറ്റി, ഉത്കണ്ഠ എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം ഇദ്ദേഹത്തെ കാണുമ്പോൾ മാറുന്നു. അപ്പോൾ ആ ഒരു സ്നേഹം പ്രകടമാവുന്നത് എങ്ങനെയാണ്? പ്രേമ ബാഷ്പം, പ്രേമം കൊണ്ട് കൃഷ്ണ അല്ലെങ്കിൽ വിദുരരോടുള്ള സ്നേഹം, പ്രേമം ഉള്ളത് കൊണ്ട് കണ്ണിൽ നിന്ന് വെള്ളം വരുന്നു. പിന്നീട് മഹാരാജ് യുധിഷ്ഠിരൻ
അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ഇരിക്കുവാനും അദ്ദേഹത്തെ സ്വീകരിക്കുവാനും വേണ്ട രീതിയിൽ അദ്ദേഹത്തെ റിസീവ് ചെയ്യാനുള്ള സജ്ജീകരണങ്ങൾ നടത്തുന്നുവെന്ന് ഇവിടെ പറയുന്നു. 7-ാമത്തെ ശ്ലോകം. തം ഭുക്താവന്തം വിശ്രാന്തം ആസീനം സുഖമാസനെ പ്രശ്രയാവനതോ രാജ പ്രാഹതേഷാം ച ശൃണ്വതാം. ഹരേ കൃഷ്ണ. വായിക്കട്ടെ. തം ഭുക്തവന്തം വിശ്രാന്തമാസീനം സുഖമാസനെ പ്രശ്രയാവനതോ രാജ പ്രാഹ തേഷാം ച ശൃണ്വതാം. വിവർത്തനം. ശ്രീല പ്രഭാതർക്ക് വിഭവസമൃദ്ധമായ ഭോജനത്തിനും മതിയായ വിശ്രമത്തിനും ശേഷം സുഖമായി ആസനസ്ഥനായ വിതുരരോട് രാജാവ് സംസാരിക്കുവാൻ തുടങ്ങുകയും അവിടെ സന്നിഹിതരായ മറ്റുള്ളവർ അതേ സശ്രദ്ധം കേൾക്കുകയും ചെയ്തു. ഹരീഷ്ണ പ്രഭുജി. അപ്പോൾ ഇവിടെ വിതുരരെ സ്വീകരിക്കുന്ന റിസപ്ഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയുന്നു. ഭുക്ത്വാന്തം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഭക്ഷണം പ്രസാദം കൊടുക്കുന്നു. ഒരുപാട് വിഭവങ്ങളൊക്കെയായി അദ്ദേഹത്തെ സ്വീകരിക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു, പ്രസാദം കൊടുക്കുന്നു. പിന്നെ അതേപോലെ തന്നെ വിശ്രാന്തം, വേണ്ട ഒരു റെസ്റ്റും, വിതുരർക്ക് റെസ്റ്റ് ചെയ്യാനുള്ള, കുറച്ച് വിശ്രമിക്കാനുള്ള ഒരു സമയവും അതിനുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. ആസീനം സുഖമാസനെ, വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റ്, ആസനം അദ്ദേഹത്തിന് കൊടുക്കുന്നു. അതേപോലെ തന്നെ അവരങ്ങോട്ടും ഇങ്ങോട്ടും അവര് സംസാരിക്കുന്നു. അതായത് സ്നേഹത്തോടു കൂടി അവര് സംസാരിക്കുകയാണ്, മധുര വാക്കുകൾ കൈമാറുന്നു. അപ്പോൾ ശ്രീല പ്രഭുപാദ് ഭാവാർത്ഥത്തിൽ പറയുന്നു, സാധാരണ അതായത് നമ്മൾ ഇതിനു മുമ്പും ചർച്ച ചെയ്തിട്ടുണ്ട്, അതായത് ഈ ഒരു ഔപചാരം, ഈ ഒരു അതിഥി വരുമ്പോൾ തന്നെ നമ്മൾ വളരെ നല്ല രീതിയിൽ സ്വീകരിക്കണം എന്ന് നമ്മൾ പറയാറുണ്ട്, ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്. അതായത് അതിഥി എന്ന് പറയുമ്പോൾ നേരത്തെ ഒരു അഡ്വാൻസ് നോട്ടീസ് തരാതെ വരുന്നവര്, സർപ്രൈസ് ആയിട്ട് വരുന്നവര്, അങ്ങനെയുള്ള ആളുകൾ ആരെങ്കിലും അങ്ങനെ വരുമ്പോൾ പറയുന്നു, മിനിമം ആയിട്ട് നമ്മൾ അവരെ വീട്ടിലേക്ക് ഓഫ്കോഴ്സ് സ്വീകരിക്കുക, അവർക്ക് ഇരിക്കാനുള്ള ഒരു ഇരിപ്പിടം കൊടുക്കുക, അതേപോലെ തന്നെ കുടിക്കാൻ വെള്ളമെങ്കിലും അറ്റ്ലീസ്റ്റ് കൊടുക്കുക, കഴിക്കാൻ ഭക്ഷണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുക. അതേപോലെ തന്നെ മധുര ഭാഷ അല്ലെങ്കിൽ കുറച്ച് നല്ല സ്വീറ്റ് വേർഡ്സ് ഭംഗിയായിട്ട് അല്ലെങ്കിൽ കുറച്ച് സംസാരിക്കുക, സമാധാനത്തോടുകൂടി സ്നേഹത്തോടുകൂടി അവരോട് എന്തെങ്കിലും വാക്കുകൾ കൈമാറുക. ഇതെല്ലാം നോർമലി ഒരു അതിഥിയെ സ്വീകരിക്കുമ്പോൾ തന്നെ ചെയ്യേണ്ട കാര്യമാണ്. ഇവിടെ പിന്നെ വിതുര മഹാത്മൻ ഒരു അതിഥിയല്ല, പക്ഷേ അവരുടെ വളരെ പ്രിയപ്പെട്ട ഒരു കുടുംബാംഗമാണ്. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. ഒരുപാട് കാലത്തിന് ശേഷം വരുന്നു. അപ്പോൾ അത് മാത്രമല്ല, വളരെ റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിലുള്ള ഒരു വ്യക്തിയാണ്, സാധാരണ ഒരു വ്യക്തിയുമല്ല. എല്ലാവരും സ്നേഹിക്കുന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷെ ജീവന്റെ ജീവനാണ് എല്ലാവർക്കും. കാരണം അങ്ങനെയുള്ള ഒരു റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനുണ്ട് അദ്ദേഹത്തിന്, അച്ഛന്റെ സ്ഥാനമാണ് എല്ലാവർക്കും ഉള്ളത്. അതുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പറയുന്നു ശ്ലോകത്തിൽ, യുധിഷ്ഠിര മഹാരാജാവ് അതുപോലെ ഭംഗിയായി അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തുകൊണ്ട് തന്നെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തു, വേണ്ടതെല്ലാം ചെയ്തു. അങ്ങനെ മധുര സംഭാഷണവും നടത്തുന്നു, അവർ സംസാരിക്കുന്നു, വിതുരരോട് കാര്യങ്ങൾ ഇനി ചോദിക്കുന്നു യുധിഷ്ഠിര മഹാരാജാവ്. ഇനി അടുത്ത സെക്ഷൻ യുധിഷ്ഠിര മഹാരാജാവ് വിതുരരോട് സംസാരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ അടുത്ത ആഴ്ചയിൽ നമ്മൾ 8-ാമത്തെ ശ്ലോകം മുതൽ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം की जय, जगतगुरु श्रीला प्रभुपाद की जय, समवेद गौर भक्त वृंद की जय, गौड़ीय गुरु वृंद की जय, सचिनंदन श्री गौर हरि की जय, श्री वृंदावन धाम की जय. जय जय श्री राधे श्याम, जय जय श्री राधे श्याम, जय जय श्री राधे श्याम. निताय गौर प्रेमानंदे. हरे कृष्ण. थैंक यू. ഹരേ കൃഷ്ണ. ജയ ശ്രീ അനന്ത പത്മനാഭ സ്വാമിക്ക് ജയ്. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. പ്രഭുജി മുമ്പുള്ള ഒരു ക്ലാസ്സിലെ ചോദിച്ചോട്ടെ. ഒരു ചെറിയ സംശയം. ഇപ്പൊ വായിച്ചപ്പോൾ സാത്യകി എന്നുള്ള പരാമർശം ഇപ്പൊ കഴിഞ്ഞ ശ്ലോകത്തിലുണ്ടല്ലോ, അത് ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ടല്ലോ പ്രഭുജി. കാരണം അവരുടെ മരണശേഷമാണല്ലോ ഇദ്ദേഹം
വിതുരരും അവരൊക്കെ കണ്ടുമുട്ടുന്നതും മൈത്രേയ മഹർഷിയെ കാണുന്നതും സംസാരിക്കുന്നതും ഭഗവാൻ പോയതിനു ശേഷമാണ്. ഭഗവാന്റെ നിർദ്ദേശപ്രകാരമാണല്ലോ ഉദ്ധവരും വിതുരരും തമ്മിൽ കണ്ടുമുട്ടുന്നതും. എന്നിട്ട് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് മൈത്രേയ മഹർഷിയുടെ അടുത്ത് വരുന്നത്. അപ്പൊ 3-ാം അധ്യായത്തിൽ 3-ാം സ്കന്ധത്തിൽ അത് വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോ ഈ യാദവരുടെ ആ നാശത്തിന് യഥാർത്ഥത്തിൽ വഴക്ക് തുടങ്ങിയത് തന്നെ ഈ സാത്യകിയും പ്രഥവർമാവും തമ്മിലാണെന്നും പറയുന്നു. അപ്പൊ അവിടെ ഈ ഒരു ശ്ലോകത്തിൽ ആ ഒരു വാക്ക് വന്നത് എന്താണ് എന്നൊരു ആശയക്കുഴപ്പം. തെറ്റ് പറ്റിയതാണോ അതോ വേറെ ആരെങ്കിലും ഉദ്ദേശിച്ചത്? യുൽസു എനിക്ക് അറിയില്ല പ്രഭു. ശരിക്കും പറയുകയാണെങ്കിൽ സാത്വികയെ എനിക്ക് അറിയുള്ളൂ. ഇവിടെ കൃപാചാര്യനാണ് ഞാൻ പറയുന്നത്. കൃപാചാര്യരുണ്ട്, സാത്വികയുണ്ട്. യുൽസു എന്ന വാക്കാണ് സാത്വികയാണ്. അതെ, സാത്വിക എന്നാണ് ട്രാൻസ്ലേഷനിൽ പറയുന്നത്. കറക്റ്റ്. അതെ. അപ്പൊ അത് അങ്ങനെ വരാൻ സാധ്യതയില്ലാത്ത ഒരു വാക്കാണല്ലോ ആശയപ്പെടും. എനിക്കറിയില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. യെസ്. ഹരേ കൃഷ്ണ പ്രഭു. പിന്നെ എന്താ പറഞ്ഞ ഈ എന്താ പറയാ ധൃതരാഷ്ട്രർ അദ്ദേഹം മകന്റെ കാലത്ത് തന്നെ ഒരു സമാധാനം കിട്ടിയിട്ടില്ല പുള്ളിക്കാരൻ ദുര്യോധനൻ ഒരുപാട് ദുര്യോധനന്റെ കാര്യങ്ങൾ ആലോചിച്ച് വളരെ ദുഃഖിതനായിട്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പാണ്ഡവര് വന്നപ്പോഴേക്കുമാണ് അദ്ദേഹത്തിന്റെ ഒരു സന്തോഷവും സമാധാനമായിട്ടൊക്കെ ജീവിച്ചു തുടങ്ങിയത്. അപ്പോഴേക്കും ഇപ്പൊ വിതുരരിപ്പം ഇങ്ങോട്ട് വന്ന് അദ്ദേഹത്തിനെ പറഞ്ഞു വിടുന്നത് അത്ര എങ്ങനെ ഒരാൾ ചോദിച്ചു, അതിനെന്ത് മറുപടി പറയാം? ധൃതരാഷ്ട്രരുടെ ഫാൻസ്. ധൃതരാഷ്ട്രര് അദ്ദേഹം ഭഗവത്ഗീതയിലെ ആദ്യത്തെ ശ്ലോകം നമ്മൾ വായിച്ചാലും ശ്ലോകത്തിലെ ഭാവാർത്ഥം വായിച്ചു കഴിഞ്ഞാലും ശ്രീല വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂറും അതേപോലെ ശ്രീല വരദേവ് വിദ്യാഭൂഷണും എല്ലാ ആചാര്യന്മാരും പറയുന്നുണ്ട്, ഒറ്റൊരു വാക്കിൽ പറയുന്നു, ധൃതരാഷ്ട്രർക്ക് കണ്ണ് കാണുന്നുണ്ടായിരുന്നില്ല, കാഴ്ചയില്ലായിരുന്നു, അതേപോലെ ആത്മീയ കാര്യങ്ങളിലും അദ്ദേഹം അന്ധനായിരുന്നു എന്നുള്ളത്. ആ ഒരു സെന്റൻസിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടറിനെ കുറിച്ച്. സോ അദ്ദേഹം ഉള്ള സമയത്ത് അതായത് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷെ അദ്ദേഹം അച്ഛന്റെ റെസ്പോൺസിബിലിറ്റി അദ്ദേഹം എടുക്കേണ്ടതായിരുന്നു. കുട്ടികൾ വഴിതെറ്റി പോകുമ്പോൾ കുട്ടികളെ നേർവഴിക്ക് കൊണ്ടുവരിക എന്നുള്ളത് അച്ഛന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് അദ്ദേഹം ചെയ്തിട്ടില്ല. ദുര്യോധനനും മറ്റുള്ള മക്കളും എല്ലാവരും നമുക്കറിയാം എന്താണ് അധർമ്മമാണ് അവര് ഫോളോ ചെയ്തതെന്ന്. അവര് ചെയ്തിട്ടുള്ള എല്ലാ അധർമ്മമായിട്ടുള്ള കാര്യങ്ങളിലും ധൃതരാഷ്ട്രർ സമ്മതം മൂടുന്നു, സപ്പോർട്ട് ചെയ്യുന്നു, ഒരു കറക്ഷനും നടത്തിയിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് അവിടെ ഒരു വീഴ്ച സംഭവിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ സമാധാനം ഉണ്ടായിട്ടില്ല. സമാധാനം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഭൗതികമായിട്ടുള്ള സൗകര്യങ്ങളും സുഖങ്ങളും ഒക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ദുര്യോധനുള്ള സമയത്ത് അവിടെ ഒന്നിനും കുറവുണ്ടായിരുന്നില്ല. ദുര്യോധനൻ ചെയ്യുന്ന തെറ്റുകൾക്ക് ധൃതരാഷ്ട്രർ അങ്ങനെ പശ്ചാത്തപിക്കുന്ന ഒരവസ്ഥയോ അല്ലെങ്കിൽ ദുര്യോധന നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു അങ്ങനെയുള്ളൊരു സംഭവം ഒന്നും നടന്നതായിട്ട് കേട്ടിട്ടില്ല. അദ്ദേഹം ദുര്യോധനൻ പറയുന്നതിന് കൂട്ടുനിന്നിട്ടേ ഉള്ളൂ, നമുക്കറിയാം. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ ആ സമയത്ത് ഉണ്ടായിരുന്ന സൗകര്യങ്ങളൊക്കെ അദ്ദേഹം എൻജോയ് ചെയ്തിട്ടുണ്ട്. ആ എൻജോയ്മെന്റ് അല്ലെങ്കിൽ അദ്ദേഹം രാജ്യവും സ്ഥാനവും ആ ഒരു പൊസിഷനോടുള്ള അറ്റാച്ച്മെന്റും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മക്കൾ മരിച്ചതിന് ശേഷവും ഇനി നമ്മളത് കാണും. വിതുരരുടെ കോൺവെർസേഷനിൽ വിതുരർ പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടെ ഇരിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ എന്നുള്ളത്. അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് വിതുരർ. ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ധൃതരാഷ്ട്രരോട്. നമ്മളിനി കാണും ഈ ഒരു അധ്യായത്തിൽ തന്നെ. അതായത് ഇത്രയൊക്കെ ആയിട്ടും നിങ്ങൾക്ക് ഇതിനോടുള്ള ഈ രാജ്യത്തോടും സ്ഥാനത്തോടും ഉള്ള അറ്റാച്ച്മെന്റ് പോയിട്ടില്ലേന്ന്, നാണമില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു അറ്റാച്ച്മെന്റ് ആണ് അദ്ദേഹത്തെ ഇവിടെ ഇപ്പോൾ നിർത്തിയിട്ടുള്ളത്. ഇപ്പോൾ വിതുരരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ആത്മീയ ഗുരുവിന്റെ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം വന്ന് അദ്ദേഹത്തെ ഉറങ്ങുന്ന ഒരാളെ ഉണർത്തുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ അന്ധകാരത്തിലാണ്, കാര്യം ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ അന്ധനാണ്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളത് കേട്ടിട്ടില്ല. പക്ഷെ ഇനി സമയമില്ല, ഇനി നിങ്ങൾക്ക് സമയം പാഴാക്കാനില്ല, അതുകൊണ്ട് ഇനിയെങ്കിലും കണ്ണു തുറക്കൂ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും
ഭൗതിക തലത്തിൽ നോക്കുമ്പോഴും അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയ സുഖങ്ങളാണെങ്കിലും അദ്ദേഹം അവിടെയും എൻജോയ് ചെയ്തിട്ടുണ്ട്. അതിനൊരു കുറവുണ്ടായിരുന്നില്ല. ഇവിടെ യുധിഷ്ഠിര മഹാരാജാവിന്റെ കീഴിൽ വന്നപ്പോഴും യുധിഷ്ഠിര മഹാരാജാവ് അദ്ദേഹത്തെ അച്ഛനെ കാണുന്ന പോലെ കണ്ട് അദ്ദേഹത്തിന് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. അദ്ദേഹം എൻജോയ് ചെയ്യായിരുന്നു. അതാണ് വിതുരർ വന്നിട്ട് പറയുന്നത്, നാണമില്ലേ നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് ഇപ്പോഴും എൻജോയ് ചെയ്യാൻ? പ്രായമായി, കണ്ണ് കാണില്ല, ഓൾറെഡി കണ്ണ് കാണുന്നില്ല, ഓരോ ഇന്ദ്രിയങ്ങളും ഇപ്പൊ വർക്ക് ചെയ്യാത്ത ഒരു അവസ്ഥയിലാണ്. അത്രയും പ്രായമായി, എന്നിട്ടും നിങ്ങൾ ആത്മസാക്ഷാത്കാരത്തിന്റെ പാത തുടരാൻ അല്ലെങ്കിൽ പാത സ്വീകരിക്കാൻ തയ്യാറില്ലെങ്കിൽ എന്താണ് കാര്യം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ കണ്ണ് തുറപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്നത് പ്രഭു. അപ്പോൾ അദ്ദേഹം വേണ്ട എൻജോയ്മെന്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. സമാധാനക്കുറവൊന്നും ഉണ്ടായിരുന്നില്ല. അവസാനം വരെ അദ്ദേഹം ഹാപ്പിയാണ്. ഒരു കൺസേണും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്. യുധിഷ്ഠിര മഹാരാജാവിന്റെ കൂടെ ഇരിക്കുമ്പോഴും അദ്ദേഹം മക്കൾ മരിച്ചു എന്നുള്ളതിന്റെ ഒരു ആദിയും വ്യാധിയും ഒന്നും ഉണ്ടെങ്കിൽ അദ്ദേഹം എന്നേ ഇതെല്ലാം വിട്ടുപോയേനെ. അദ്ദേഹത്തിന്റെ ഉള്ളിൽ അദ്ദേഹത്തിന്റെ ആ ഒരു സുഖത്തിൽ അദ്ദേഹം ഇരിക്കുന്നു. അതാണ് വിതുരർ വന്ന് പറയുന്നത്, ചോദിക്കുന്നു, നിങ്ങൾ ചെയ്യുന്നത്, അതായത് മക്കളെ കൊന്ന ആൾക്കാരുടെ കൂടെയാണ് നിങ്ങൾ നിൽക്കുന്നത് എന്ന് പോലും, അങ്ങനെ പോലും പറയുന്നുണ്ട്. കാര്യം എങ്ങനെയെങ്കിലും ഇദ്ദേഹത്തെ അദ്ദേഹത്തിന് ബോധം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് വിതുരർ നോക്കുന്നുണ്ടായിരുന്നത്. പാണ്ഡവരെ കുറ്റപ്പെടുത്തി പറയുന്നതല്ല, പക്ഷെ നാണാവില്ലേ നിങ്ങൾക്ക് എന്നുള്ളതാണ് ചോദ്യം. അതാണ് എനിക്ക് തോന്നുന്ന കാര്യം പ്രഭു. ഹരേ കൃഷ്ണ. എനിക്ക് തോന്നുന്നല്ല, ശാസ്ത്രങ്ങളിൽ വായിച്ചതും കേട്ടതും ഒക്കെയാണ് പറഞ്ഞത്. ഹരേ കൃഷ്ണ. കൃഷ്ണ പ്രഭു. അതുപോലെ തന്നെ ഈ മാണ്ഡൂക മുനി ഈ സൂചി കുത്തി ഇറക്കി മരിക്കുന്ന അവസ്ഥ, അങ്ങനെ ആ അറിയാത്ത സമയത്ത് പറ്റിയത്. അങ്ങനെയാണെങ്കിൽ ഈ ഇരിക്കുന്ന ഗ്രൂപ്പിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ കൊച്ചിലെ അറിയാതെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഇനി അതിനെ കുറിച്ച് ആലോചിച്ച് പേടിച്ചിരിക്കുക. ഒരു പേടിയും വേണ്ട. ഭഗവാന്റെ നാമം ചൊല്ലുന്നവർക്ക് ഇതൊന്നും ഒരു വിഷയമേ അല്ല. ഇതെല്ലാം റൈറ്റ് ഓഫ് ചെയ്ത് കളഞ്ഞു. ഓൾറെഡി റൈറ്റ് ഓഫ് ആയി ഉണ്ടാവും. ഓൾറെഡി ഇങ്ങനെ സംഭവിച്ചിട്ടുള്ള അറിയാതെ ചെയ്തിട്ടുള്ള തെറ്റുകൾക്കും അപരാധങ്ങളും ഒക്കെ ഭഗവാൻ അതിനെ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ചിത്രഗുപ്തന്റെ കയ്യിലുള്ള പുസ്തകത്തിൽ നിന്ന് ഓൾറെഡി വെട്ടിയിട്ടുണ്ടാവും നാമം ചൊല്ലുന്നവർ. അതുകൊണ്ട് നാമത്തെ വിടാതെ പിടിച്ചു നിന്നാൽ രക്ഷപ്പെടും നമ്മൾ. അപ്പോൾ ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ ഇതേപോലുള്ള അറിയാതെ ചെയ്തിട്ടുള്ള ഫലങ്ങളൊക്കെ എല്ലാം കർമാണി നിർദഹതി ഭക്തിവാചം എന്നാണ് പറയുന്നത് ഗോവിന്ദമാദി പുരുഷം, അല്ലെ? ബ്രഹ്മസംഹിത കർമാണി നിർദഹതി, അതായത് ദഹിപ്പിച്ചു കളയുന്നു കർമ്മത്തെ. അത്ര ശക്തിയാണ് ഭക്തിക്കുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്ത് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. മാണ്ഡൂക മുനിയുടെയും വിതുരരുടെയും കാര്യത്തിൽ എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ യമരാജന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ വിതുരര് വരേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഒരു ലീലയുടെ ഭാഗമായിട്ട് അത് നടന്നു. യമരാജൻ ഒരു ബ്രേക്ക് കാത്തിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ആഗ്രഹമാണ് ഭഗവാന്റെ കൂടെ ലീലകൾ പങ്കെടുക്കുക, ഭഗവാനെ കുറിച്ച് കൂടെ നിൽക്കുക എന്നുള്ളത്. അതിനുള്ള ഒരു അവസരം ഇങ്ങനൊരു ലീലയിലൂടെ നടക്കുന്നു. അത്രയേ ഉള്ളൂ. ഹരേ കൃഷ്ണ. മാണ്ഡൂക മുനി ഭക്തനായിരുന്നല്ലോ, അതുകൊണ്ടല്ലേ യമരാജൻ ഭക്തനായിട്ടിരുന്ന, അല്ലേ? അങ്ങനെയല്ലേ പ്രഭു? മാണ്ഡൂക മുനി സാധാരണ ഒരു വ്യക്തിയല്ല, അല്ലെങ്കിൽ യമരാജനെ ശപിക്കാനുള്ള ശക്തി അദ്ദേഹത്തിന് ഉണ്ടാവില്ല. എന്നാലും നമുക്ക് മനസ്സിലാക്കാം, ഇതെല്ലാം ആ ഒരു ലീലയുടെ ഭാഗമായി നടക്കുന്നു. നമ്മൾ അത് ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സേഫ് സോണിലാണ്. നാമം ജപിക്കുന്നുണ്ട്. നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാമം ജപിക്കുന്നുണ്ടെങ്കിൽ, നാമത്തെ നമ്മൾ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ, അതായത് ശ്രവണം കീർത്തനം ചെയ്യുന്നവരാണെങ്കിൽ ഇതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അതെല്ലാം ഭഗവാൻ നോക്കിക്കോളും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാരും വരിക, സമയമായി.